കുറെ വർഷത്തിന് ശേഷം ഒരുപാട് പ്രതീക്ഷയോടെ വരുന്ന ഒരു മാർവൽ മൂവിയാണ് ഡെഡ്പൂൾ വിഎസ് വൂൾവറിൻ. കാരണം ആ ഒരു എൻഡ് ഗെയിം അല്ലെങ്കിൽ ആ ഒരു സ്പൈഡർമാൻ്റെ മൂവിക്ക് ശേഷം മാർവലിന്റെ എടുത്തു പറയാൻ പറ്റുന്ന വൺ ഓഫ് ദ കിഡിലം മൂവി അല്ലെങ്കിൽ വൺ ഓഫ് ദ കിഡിലം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന മൂവീസ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു എൻഡ് ഗെയിമിന് ശേഷം തന്നെ ഒരുപാട് മൂവീസും സീരീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു നൈസ് എക്സ്പീരിയൻസ് എന്നു പറയുന്നത് നമ്മൾ സ്പൈഡർമാനും ആ ഒരു ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി സീരീസ് ആണെങ്കിൽ ലോക്കി അങ്ങനെയൊക്കെയുള്ള വളരെ ചുരുക്കമാണ്. അത് മാത്രമല്ലാതെ ഒരുപാട് മൂവീസും സീരീസ് ഒക്കെ ഇവർ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എല്ലാം വൻ ഷോക്കായിരുന്നു. സോ ഒരു മാർവലിന്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു മൂവി എന്നുള്ളത്. ശരിക്കും ഫാൻസിന് വേണ്ടി മേക്ക് ചെയ്യുന്ന ഒരു മൂവിയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മാത്രം ഈ ഒരു മൂവിക്ക് വേണ്ടി പ്രതീക്ഷ. എന്ത് മാത്രമൊന്നും ഞാൻ എടുത്തു പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ലോകത്തുള്ള എല്ലാ മാർവൽ ഫാൻസും അത്രമാത്രം കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു മൂവിക്ക് ഉണ്ട്. എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു എൻഡ് ഗെയിം അല്ലെങ്കിൽ ആ ഇൻഫിനിറ്റി വാറിന് ശേഷം ഇത്രയും മാത്രം എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്രമാത്രം ഹൈപ്പിൽ വന്ന വേറൊരു മൂവി കാണത്തില്ല. ആ ലെവലാണ് ഈ ഒരു മൂവി വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു എൻഡ് ഗെയിമിനെക്കാളും അധികം പ്രതീക്ഷയും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ ഒരു മൂവിക്കായിട്ട്. കാരണം അങ്ങനെയായിരുന്നു മാർവലിന്റെ മൂവീസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. ആൻഡ് ഈ ഒരു മൂവി കാണാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഡെഡ്പൂൾ 1 and 2 അല്ലെങ്കിൽ വൂൾവറിന്റെ ലാസ്റ്റ് ലോഗൻ എന്നൊരു മൂവി കണ്ടിട്ട് നേരെ പോയി ഇത് കണ്ട ഒരു തേങ്ങ മനസ്സിലാവത്തില്ല. അവർ രണ്ടുപേരും അവിടെ ഫൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഒരു യൂണിവേഴ്സിലോട്ട് വരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവി എൻറ്റയർലി മേക്ക് ചെയ്തിരിക്കുന്ന ഫാൻസിന് വേണ്ടി മാത്രമല്ല. അതായത് റീസെന്റ് കയറി വന്ന ഒരാൾക്ക് പോലും ഈ ഒരു സാധനം എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്യുന്നത്. കാരണം ഒരുപാട് കാലമായിട്ട് മാർവലിന്റെയും ഫോക്സ് സ്റ്റുഡിയോസിന്റെയും അവരുടെ ക്യാരക്ടേഴ്സും അവരുടെ മൂവീസും അല്ലെങ്കിൽ ഇപ്പോൾ വൂൾവറിൻ ആയാലും എക്സ്മാൻ ആയാലും ഡെഡ്പൂൾ ആയാലും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് മൂവീസ് ഒരുപാട് ഷോസ് ഒരുപാട് സീരീസ്. സോ ഇങ്ങനത്തെ ഒരുപാട് ഷോസ് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി വരുന്നത്. ഇപ്പൊ മാർവലിലെ തന്നെ എടുത്ത് പറയണമെങ്കിൽ ഒരു 49-50 സിനിമകളുണ്ട് മാർവലിൽ തന്നെ. പിന്നെ ഒരു ഫോക്സ് സ്റ്റുഡിയോസിന്റെ അടുത്ത് പറയണമെങ്കിൽ അവരെ തന്നെ എക്സ്മാൻ ആ വൂൾവറിൻ അത് ഒരുപാടുണ്ട്, ഡെഡ്പൂൾ ഉണ്ട്, ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരുപാട് സീരീസ് ഉണ്ട്. ഇപ്പം ഡെയർ ഡെവിൽ ഉണ്ട്, പണിഷർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സീരീസ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരുപാട് കോമിക്സ് ഉണ്ട്. അങ്ങനെ ഒരു ബണ്ടിലായിട്ട് എടുത്ത് പറയണമെങ്കിൽ അതിന് തന്നെ സെപ്പറേറ്റ് 2-3 വീഡിയോ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മൂവി എന്ന് പറയുന്ന ഫാൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ് ആണ്. ആൻഡ് മാർവലിലെ ഒരു കംബാക്കും കൂടിയാണ്. കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി കംബാക്ക് ആയിരിക്കും കാണാൻ പോകുന്നുള്ളൂ എല്ലാവരും. ഞാനൊരു DC ഫാനാണ്, എന്നാലും ഞാനും പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓക്കെയാണ്, അടിപൊളി പടം ആ ഒരു റിവ്യൂ വന്നാൽ പോലും ഈ ഒരു മൂവിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ലെവൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും. ആ ഒരു ലെവലിലാണ് മാർവൽ ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത്ര മാത്രം വെയിറ്റിംഗ് ആണ് ഈ ഒരു മൂവിക്കായിട്ട്. കാരണം ആ ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളെ ലെജൻഡറി ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള വൂൾവറിനും ഡെഡ്പൂളും അവർ ഒന്നിക്കുന്ന ഒരു മൂവി വേറെ എന്ത് വേണം. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മൂവി. സോ ഡെഡ്പൂൾ വിഎസ് വൂൾവറിൻ എന്ന സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സിനിമയിൽ എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന MC മൂവിയായിട്ട് ഈ ഒരു മൂവിക്ക് എന്താണ് കണക്ഷൻ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ഡെഡ്പൂൾ 1 and 2 കണ്ടിട്ടുണ്ട്. വൂൾവറിന്റെ ലാസ്റ്റ് ഫിലിമായ ലോഗനും അല്ലെങ്കിൽ എക്സ്മാനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു മൂവി കാണാമെന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല. കാരണം അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്, അതായത് മൾട്ടിവേഴ്സ് സാഗ, അതായത് ഫേസ് 4 മൾട്ടിവേഴ്സ് സാഗ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു എക്സ്മാൻ അല്ലെങ്കിൽ വൂൾവറിൻ എന്നൊക്കെ പറയുന്ന മൂവീസും ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളത് നമ്മളെ ഫോക്സ് സ്റ്റുഡിയോസ് ആണ്. ഫോക്സ് സ്റ്റുഡിയോസിനെ 2019 ഡിസ്നി പർച്ചേസ് ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് ആ ഒരു കാലം തൊട്ട് ഇനി അങ്ങോട്ട് ഡിസ്നിയുടെ കയ്യിലാണ് ഈ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ. സോ അവർക്ക് അത് വെച്ചിട്ട് ഏതൊരു മൂവിയിലും ആണെങ്കിൽ ക്രോസ് ഓവറും അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് മൾട്ടിവേഴ്സ് സാഗയിലോട്ട് ഈ ഒരു ക്യാരക്ടേഴ്സ് വരുന്നത്. ആൻഡ് മൾട്ടിവേഴ്സ് സാഗ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ഫേസ് 4 മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അതിലാണ് വരുന്ന TVA എന്ന് പറയുന്നത്. TVA എന്ന് പറയുന്ന ടൈം വേരിയന്റ് അതോറിറ്റി നമ്മളെ ലോക്കി സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അവഞ്ചേഴ്സിന്റെ ഫസ്റ്റ് മൂവിയിൽ ലോക്കിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ലോക്കിയുടെ ഒരു വേരിയന്റ് ടൈം ട്രാവൽ ചെയ്ത് വരുന്നതും TV അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് വോയിഡ് എന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരുപാട് ഇവന്റ്സ് ആണ് ആ ഒരു സീരീസ് സംസാരിക്കുന്നത്. സോ ലോക്കി സീരീസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ലോക്കി സീസൺ 2 ലാസ്റ്റ് എന്താണ് നടന്നിട്ടുള്ളത്. കാരണം ലോക്കിയാണ് ആ ടൈം സ്റ്റോണിന്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു TVനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നെങ്കിൽ ഇപ്പം എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ടൈം ലൈൻ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇതാണ് അവർ അടുത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു ചേഞ്ച് എടുത്ത് അല്ലെങ്കിൽ അവരുടെ പാസ്റ്റോ അവരുടെ ഫ്യൂച്ചറൊക്കെ അവർ സ്വന്തമായിട്ട് മാറ്റുവാണെങ്കിൽ ഈ TVയെ പോയി അറസ്റ്റ് ചെയ്ത് അവരെ വോയിഡിലോട്ട് ആക്കും അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് വെക്കും. സോ ഇതാണ് ഇവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ ട്രെയിലർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. TV വരുന്നുണ്ട്, ഡെഡ്പൂളിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് വൂൾവറിൻ വരുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഈ TVയുടെ അണ്ടറിൽ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ബേസ് എന്ന് പറയുന്നത്. അതായത് TVയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൾട്ടിവേഴ്സ് ആകെയാണ്. ഈ TV എന്ന് പറയുന്ന ടൈം വേരിയന്റ് അതോറിറ്റി. സോ അങ്ങനെയാണ് ലോക്കി വരുന്നത്. ആൻഡ് ഈ ഒരു TVനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ലോക്കി സീരീസിലൊന്നുമല്ല, 1986 ഇറങ്ങിയിട്ടുള്ള ഒരു കോമിക് ബുക്കിലാണ് ആദ്യമായിട്ട് TVനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡെഡ്പൂൾ 2 എന്നൊരു മൂവിയുടെ എൻഡ് ക്രെഡിറ്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേബിളിന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്, ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വാച്ച്. ആ ഒരു വാച്ച് ഡെഡ്പൂൾ എടുത്തിട്ട് ഡെഡ്പൂൾ ഒരുപാട് കാര്യങ്ങൾ പാസ്റ്റിൽ മാറ്റുന്നുണ്ട്. അതായത് ഗേൾ ഫ്രണ്ട് മരിക്കുന്നതിന് മുമ്പ് പോകുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. ആൻഡ് വൂൾവറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ എക്സ്മാൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന മൂവിയിൽ പാസ്റ്റിലോട്ട് പോയിട്ട് വൂൾവറിൻ ഒരു ഇവന്റ് തന്നെ മാറ്റുന്നുണ്ട്. ആ ഒരു ഇവന്റ് കാരണം ഒരുപാട് കാര്യങ്ങൾ ടോട്ടലി
ചേഞ്ച് ആവുന്നുണ്ട്. അത് എടുത്തു പറയാൻ പോയ ഒരുപാടുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ടി-വിയിൽ കണക്ട് ആവുന്നത്. ആൻഡ് പിന്നീടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് നമ്മൾ വൂൾവറിൻ ഈ ഒരു മൂവിയിൽ വരുന്ന വേറൊരു വേരിയന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇതുവരെ കണ്ട എക്സ്മാൻ മൂവീസിലോ അല്ലെങ്കിൽ ലോഗനിലുള്ള വേരിയന്റ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വന്ന കുറച്ച് ഷോ ആയിരിക്കും, കറക്റ്റ് അറിയത്തില്ല, ജസ്റ്റ് ഒരു തിയറി പോലെ വന്നു പോയതാണ്. അങ്ങനെ വരാനുള്ള വേറൊരു യൂസിനും കൂടി പറയുന്നത് വെച്ചാൽ വൂൾവറിൻ ഈ ഒരു മൂവിയിൽ യൂസ് ചെയ്യുന്ന സ്യൂട്ട് എന്ന് പറയുന്നത് 97 ആ ഒരു കോമിക്കിൽ വന്നിട്ടൊരു സ്യൂട്ടാണ്, ഒരു യെല്ലോ സ്യൂട്ട്. സോ ആ ഒരു കോമിക്കിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഒരു ആനിമേഷൻ സീരീസ് ഈ ഇടയ്ക്ക് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫാൻ തിയറിയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഡെഡ്പൂളും വൂൾവറിനും ടി-വി ആയിട്ടുള്ള കണക്ഷൻ വരുന്നത്. സോ ഇതൊക്കെയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ആൻഡ് ഇപ്പോൾ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഒരു വീഡിയോ ഒന്നും പോരാ, കാരണം ഒരുപാട് മൂവീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ആ ഒരു വൂൾവറിന്റെ കാര്യം പറഞ്ഞായിരുന്നു, X-Men Days of Future Past. സോ അതിൽ പാസ്റ്റ് ഇപ്പോൾ ഒരുപാട് ഇവന്റ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച് ചെയ്യുന്ന ഇവന്റ്സ് എവിടെയൊക്കെ കണക്ട് ആവും, അത് എന്തൊക്കെ കാര്യങ്ങൾ മാറും, എന്തൊക്കെ എവിടെയൊക്കെ മാറി പിന്നെ ഇവിടെ എന്തൊക്കെ പുതിയത് ക്രിയേറ്റ് ആവും, അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊന്നും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെന്നുള്ളത്. ആൻഡ് ഈ നമ്മുടെ വില്ലനായിട്ട് വരുന്ന ഒരു മുട്ടയടിച്ചൊരു ലേഡി വരുന്നുണ്ട്. അത് ആരാന്ന് ചോദിച്ചാൽ കസാൻഡ്ര നോവയാണ്. കസാൻഡ്ര നോവ ആരാന്ന് ചോദിച്ചാൽ പ്രൊഫസർ ചാൾസ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ട്വിൻ സിസ്റ്റർ ആണ്. ആൻഡ് ഇവർ തമ്മിലൊരു വലിയൊരു കണക്ഷൻ ഉണ്ട്. അതായത് ഇവർ ബർത്തിൽ തന്നെ ഫൈറ്റ് എടുക്കുമായിരുന്നു. അതായത് കസാൻഡ്ര നോവ ചാൾസിനെ കൊല്ലാൻ ശ്രമിക്കുകയും അതിനെ ഡിഫെൻഡ് ചെയ്ത് ചാൾസ് ഇവരെ കൊല്ലുകയും ഇവരുടെ ആത്മാവ് വേറൊരു ബോഡിയിൽ പോയി അല്ലെങ്കിൽ റീബർത്ത് ചെയ്തിട്ട് വന്ന് റിവെഞ്ച് ചെയ്യും. അതായത് പുള്ളിക്കാരി മ്യൂട്ടൻ ആണ്. സോ റീബർത്ത് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ട് ചാൾസിനെ കണക്ട് ചെയ്ത മ്യൂട്ടൻസിനെ ഒക്കെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. സോ അത് നമുക്ക് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ ട്രെയിലർ കാണാൻ പറ്റുന്നുണ്ട്. വൂൾവറിനായിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആൻഡ് ഡെഡ്പൂൾ ആയിട്ട് വേറൊരു കണക്ഷൻ വരുന്നുണ്ട്. ഈ ഡെഡ്പൂൾ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡെഡ്പൂളിന്റെ ഒരു കൊമിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡെഡ്പൂൾ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തിട്ട് എല്ലാ MCUലുള്ള സൂപ്പർ ഹീറോസിനെ വില്ലനെ കൊല്ലാൻ വരുന്നുണ്ട്. അതായത് ഡെഡ്പൂൾ അറിയാണ് താൻ ഒരു കൊമിക് ക്യാരക്ടറാണ്. സോ അതിൽ തന്റെ മൈൻഡൊക്കെ മാറി ഫുൾ സൈക്കോ ആയിട്ട് ആ ഒരു MCU വേൾഡിലോട്ട് വന്ന് അവിടുത്തെ സൂപ്പർ ഹീറോസിനെ വില്ലൻസിനെ കൊല്ലുന്നുണ്ട്. അതൊരു കൊമിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു വില്ലൻ സൈഡ് ഓഫ് ഡെഡ്പൂൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കൊടൂര വില്ലൻ സൈഡാണ്. ശരിക്കും എക്സാക്ട് എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഏത് ടൈം ലൈനാണ് ഏതാണ് ക്യാരക്ടേഴ്സ് ഒന്നും അറിയത്തില്ല. ഞാൻ ഈ പറയുന്നത് പോലെ ഒന്നും ആവാൻ ഒരിക്കലും ചാൻസ് ഇല്ല, കാരണം ഇതൊക്കെ തിയറീസ് ആണ്. ഇപ്പോൾ ഫോർത്ത് വാൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഡെഡ്പൂൾ ആയാലും 97 ഉള്ളുകൊണ്ട് ആ ഒരു വേരിയന്റ് ആയാലും അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻസ് ആയാലും, കാരണം മൂവിയിൽ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ഒക്കെ പ്രസന്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ശരിക്കും നമ്മളിപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ മൂവീസും സീരീസും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതാണ് ബേസിക് ഓഫ് ഐഡിയ. അതായത് ആ ഒരു ടി-വി ആയിട്ടുള്ള ഡെഡ്പൂളിന്റെ ഉള്ളുകൊണ്ട കണക്ഷൻസും ആ ഒരു ടി-വിയെയും അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സ് കൂടി ടൈം ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക് എന്നുള്ളത്. ആൻഡ് എടുത്തു പറയണമെങ്കിൽ തന്നെ ലോക്കി സീരീസിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ക്യാമിയോ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ലോക്കിയിലെ മാത്രമല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ക്യാമിയോ ആയിട്ട് വരുന്നുണ്ട്. റീസെന്റ് വന്ന ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഡെയർ ഡെവിൽ ഉണ്ട്, ഇലക്ട്രയുണ്ട്, ഡെഡ്പൂളിന്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് പിന്നീട് വൂൾവറിന്റെ ഡോട്ടർ ആയിട്ടുള്ള X-23 വരുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ വില്ലൻ കസാൻഡ്ര നോവയെ കാണിക്കുന്നുണ്ട് തന്നെ പ്രൊഫസർ ചാൾസ് വരാനുണ്ട്. പിന്നെയുള്ള ബീസ്റ്റ് വരും. ഇപ്പോൾ ആ ഒരു ടൈം ട്രാവൽ ആ ഒരു പോർട്ടൽ വരുന്നുണ്ട്, ഡോക്ടർ സ്ട്രേഞ്ച് വരാനുണ്ട്. സോ എന്തായാലും നമുക്ക് ഒരുപാട് കിടിലൻ ക്യാമിയോസ് ഒക്കെ ഈ സിനിമയിൽ കാണാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു മൂവി ഇനി വരാൻ പോകുന്ന മാർവലിന്റെ മൂവീസോടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു മൂവിയിലായിരിക്കും ചിലപ്പോൾ ഇനി മാർവലിന്റെ അടുത്ത് വരുന്ന സീക്രട്ട് വാർസിലുള്ള കണക്ഷനും അതിലെ ക്യാരക്ടേഴ്സ് ആയിട്ടും ചിലപ്പോൾ ഡോക്ടർ ഡൂമിനെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു മൂവിയിലുള്ള കണക്ഷൻ കാണിക്കാം, അല്ലെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോറിലെ കണക്ഷൻ കാണിക്കാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിയിൽ കാണിക്കാൻ ചാൻസസ് ഉണ്ട്. ഒന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ഷോ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, IMAX-ലാണ്. ഐ എം സോ എക്സൈറ്റഡ് ടു വാച്ച് ദിസ് മൂവി. കാരണം അത്രമാത്രം വെയിറ്റിംഗ് ആണ്. ഒരു മാർവൽ മൂവി ആയതുകൊണ്ട് മാത്രമല്ല, ഒരു മാർവലിന്റെ ഒരു വമ്പൻ കംബാക്ക് ആണ് ഈ ഒരു മൂവി. ആൻഡ് ലെജൻഡറി ആയിട്ടുള്ള രണ്ട് കിഡിലൻ ക്യാരക്ടേഴ്സ്, ഒന്ന് ഡെഡ്പൂൾ ആൻഡ് മറ്റൊന്ന് വൂൾവറിൻ. വേറെ ഒന്നും വേണ്ട, അങ്ങനത്തെ ലെവൽ ഓഫ് കിഡിലൻ ക്യാരക്ടേഴ്സ് ആണ് ഈ രണ്ടുപേരും എന്ന് പറയുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വർഷത്തിൽ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഒരു MCU മൂവി കംപ്ലീറ്റ്ലി R-rated ആയിട്ട് വരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ അണ്ണൻ ഡെഡ്പൂൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അതുപോലും വരത്തില്ല, കാരണം ഡെഡ്പൂൾ ഉള്ളതുകൊണ്ട് അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, ഡെഡ്പൂളിന്റെ ഒരുപാട് ഡയലോഗ്സും സീൻസ് ഒക്കെ കട്ട് ചെയ്ത് R-rated എന്നുള്ള സർട്ടിഫിക്കറ്റ് മാറ്റായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. കാരണം ഡെഡ്പൂളിന് നമ്മൾ ഇതുവരെ കണ്ടത് എങ്ങനെയാണോ ആ ലെവലിൽ അതിനേക്കാളും കുറച്ചുകൂടി കിടിലമായിട്ട് പ്രസന്റ് ചെയ്താലേ ഉള്ളൂ. ഒരിക്കലും അവർ ഈ ഒരു മൂവിയുടെ ലെവൽ ചെറുതായിട്ട് കുറയാൻ പോലും ശ്രമിക്കത്തില്ല. കാരണം ഫാൻസിന് വേണ്ടിയിട്ട് വമ്പൻ ട്രീറ്റ് തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം കുറച്ച് ഐഡിയ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ എന്തായാലും 2 ദിവസം കൂടി ബാക്കിയുള്ള ആ ഒരു ടൈമർ ഓൺ ആക്കി വെച്ചോ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോ മൂവി കാണാനായിട്ട്. സോ എന്തായാലും നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്ന് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ ഏതൊരു ഐഡിയ ഇല്ലാതെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമ കാണാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അവർക്ക് കുറച്ച് ഉപകാരപ്പെടും. സോ താങ്ക് യു സോ മച്ച്.